ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, ഇപ്പോൾ നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലോ ഒക്കെയാണ് നിങ്ങൾ എങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകണമോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇനിയും വെയിറ്റ് ചെയ്യണമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയത്ത് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ആരെങ്കിലും ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കും. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു നോ കോണ്ടാക്റ്റിലാണ്, ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ ആണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകണമോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളുടെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണോ അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്ത് പോകണമോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളുടെ യൂണിവേഴ്സിനോട് ചോദിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമുക്ക് 8 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡാണ് കിട്ടുന്നത്. സെക്കൻഡ് കാർഡ് 5 ഓഫ് പെന്റക്കിൾസ് ആണ്. ദെൻ നൈറ്റ് ഓഫ് സോർഡ്സ് ആണ് പിന്നെ വന്നിട്ടുള്ള ഒരു കാർഡ്. ഓക്കെ, 10 ഓഫ് സോർഡ്സ്, ദെൻ നൈറ്റ് ഓഫ് പെന്റക്കിൾസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത്, നോ കോണ്ടാക്റ്റിലാണ് നിങ്ങൾ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമോ അതോ ഈ വ്യക്തിക്ക് വേണ്ടി ഇനിയും ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണമോ എന്നുള്ളൊരു കാര്യം നമ്മളുടെ യൂണിവേഴ്സിനോട് ചോദിക്കണം. അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് നോക്കുമ്പോൾ 8 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡാണ് കിട്ടുന്നത്. അവരുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയാണ് ഈ ഒരു കാർഡ് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ മനസ്സുകൊണ്ട് മനസ്സിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിലാണ് എന്നുള്ളതാണ്. അതായത് മൂവ് ഓൺ ചെയ്യണമോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണമോ എന്നുള്ള ഒരു ചിന്ത വീണ്ടും വീണ്ടും ഇങ്ങനെ മനസ്സിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആ ഒരു പേടികളും സംശയങ്ങളും യഥാർത്ഥ സാഹചര്യത്തെക്കാൾ കൂടുതൽ നിങ്ങളെ അതിലാണ് ബന്ധിച്ചിടാനായിട്ട് സാധ്യതയുള്ളത്. ആ ഒരു പേടിയും സംശയവും ഒക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ദിവസം ഇനി മുന്നോട്ടേക്ക് പോകാം എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കും. ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഓക്കെ, ഇത്രയൊക്കെ ആയില്ലേ, ഇനി നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് പോകാൻ മുന്നോട്ടേക്ക് പോകാം എന്ന് തീരുമാനിക്കും. അടുത്ത ദിവസം അവരുടെ ഒരു ഓർമ്മ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു കാത്തിരിക്കണം എന്നൊരു തോന്നൽ വരും. ഇങ്ങനെ അപ്പം ഇനി ഇവർ ഇത്രയും എന്നെ കഷ്ടപ്പെടുത്തി പോയതാണ്, വിഷമിപ്പിച്ചിട്ട് പോയതാണ് എന്ന രീതിയിൽ ചിന്തിച്ച് അത് വേണ്ടാന്ന് വെക്കുന്ന ചില സമയത്ത് അവരുടെ പഴയ ആ ഒരു പാസ്റ്റിലെ സന്തോഷകരമായ സമയങ്ങളും അവരെ കാണണം എന്നുള്ള ആഗ്രഹവും അങ്ങനെ എല്ലാ ഫീലിങ്സുകളും വരുന്ന സമയത്ത് അവർക്ക് വേണ്ടി കാത്തിരിക്കാം എന്ന് തോന്നും. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണിച്ചു തരുന്നത്, ഈ ഒരു 8 ഓഫ് സോർഡ്സ് കാണിച്ചു തരുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 5 ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ് കാണാൻ വരുന്നുണ്ട്. ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു വേറെ പിരിയലിന്റെ വേദനയാണ് നമുക്ക് പറഞ്ഞിരുന്നത്. ഈ ഒരു കാർഡ് റിലേഷൻഷിപ്പിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒറ്റപ്പെടലും നഷ്ടബോധത്തെയുമാണ് കാണിക്കുന്നത്. നിങ്ങൾക്കും ആ ഒരു വ്യക്തിക്കും തമ്മിൽ ഇടയിൽ കുറേ ദൂരം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാർഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം നൽകുന്നത് എന്താന്ന് വെച്ചാൽ, വേദനയിലായിരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു തീരുമാനം എടുക്കരുത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം ചിലപ്പോൾ ആ ഒരു നഷ്ടപ്പെട്ടതിന്റെ ആ ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു നഷ്ടപ്പെട്ടു പോയ നഷ്ടഭയം ഒരു പ്രണയമായിട്ടൊക്കെ നമുക്ക് തോന്നാനുള്ള ഈ ഒരു വേദനയിലായിരിക്കുമ്പോൾ, അപ്പം അവരില്ലാതെ എനിക്ക് കഴിയില്ല എന്ന ഒരു ചിന്ത വരുന്നത് യഥാർത്ഥ സ്നേഹം കൊണ്ടാണോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതിന്റെ വേദന കൊണ്ടാണോ എന്ന് നിങ്ങൾ തന്നെ നിങ്ങളോട് സ്വയം ചോദിച്ച് അതിനൊരു ആൻസർ കണ്ടെത്താനാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥമായ ഒരു സ്നേഹം കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുക. ഇല്ല, ഇത് നഷ്ടപ്പെട്ടു പോയതിന്റെ ഒരു വേദന മാത്രമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്വയം ഹീൽ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞത്. തേർഡ് കാർഡ് നമുക്ക് വരുന്നത് നൈറ്റ് ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡാണ്. ഈ നൈറ്റ് ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ഒരു മാറ്റത്തെയാണ് കാണിക്കുന്നത്. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് കാര്യങ്ങൾ പെട്ടെന്ന് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. ചിലപ്പോൾ ആ വ്യക്തി അപ്രതീക്ഷിതമായിട്ട് നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു സ്റ്റെബിലിറ്റി ഈ ഒരു റിലേഷൻഷിപ്പിൽ ലഭിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ ഈ ഒരു കാർഡ് ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് ഫീലിങ്സിന്റെ ആ ഒരു
ആവേശത്തിൽ, നിങ്ങൾക്കുണ്ടാകുന്ന വികാരങ്ങളുടെ ആവേശത്തിൽ എടുത്ത തീരുമാനങ്ങൾ പിന്നീട് നിങ്ങൾക്കത് ദുഃഖമായിട്ട് വന്ന് ഭവിക്കും. അതുകൊണ്ട് തന്നെ ഒത്തിരി തീരുമാനിച്ചിട്ട് ഫീലിങ്സുകൾ മാറ്റി വെച്ചുകൊണ്ട് പ്രാക്ടിക്കലായിട്ടും കൂടി നിങ്ങൾ ചിന്തിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിൽക്കണം എന്നാണ് യൂണിവേഴ്സിലൂടെ നമുക്ക് പറഞ്ഞത്. അതിനാൽ അവർ തിരിച്ചു വന്നാലും ഉടൻ തന്നെ ആ ഒരു പഴയ റിലേഷൻഷിപ്പിലേക്ക് എടുത്തു ചാടുന്നതിന് പകരം അവരുടെ ആക്ഷൻസ് നിരീക്ഷിക്കുക. അപ്പൊ ആ ഒരു ആക്ഷൻസ് നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള രീതിയിലാണ്, നല്ല രീതിയിലാണെന്നുണ്ടെങ്കിൽ വീണ്ടും അതിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. പിന്നെ നമുക്കിവിടെ 10 ഓഫ് സോർട്സിന്റെ ഒരു കാർഡാണ് വന്നിട്ടുണ്ട്. 10 ഓഫ് സോർട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലൈഫിലെ ഒരു സമയം അല്ലെങ്കിൽ ഒരു ഘട്ടത്തിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു കാർഡുകൾ വളരെ ശക്തമായ ഒരു സന്ദേശമാണെന്നുള്ളത്. ഈ ഒരു റിലേഷൻഷിപ്പ് പഴയ രീതിയിൽ തുടരാനായിട്ട് സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. എന്തെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകേണ്ടതിന് പല കാര്യങ്ങളും ഇവിടെ മാറേണ്ടതായിട്ടുണ്ട്. അത് രണ്ട് രീതിയിൽ സംഭവിക്കാം. പഴയ ബന്ധം അവസാനിപ്പിച്ച് നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേരും മാറിയ ശേഷം പുതിയ രീതിയിൽ ഈ റിലേഷൻഷിപ്പ് പുനരാരംഭിക്കുന്നതുമായിരിക്കാം. ആ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് സംഭവിക്കാനുള്ള ചാൻസസ് ഉള്ളത്. ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് നിങ്ങളുടെ പേഴ്സൺ വേറൊരു വ്യക്തിയിലേക്കും നിങ്ങൾ വേറൊരു വ്യക്തിയിലേക്കും പോകുന്നതായിരിക്കാം ഒരു പെട്ടെന്നുള്ള മാറ്റം, അല്ലെങ്കിൽ ഒരു അടുത്ത ഘട്ടം ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നു. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേരെയും ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നതിന് ശേഷം പുതിയ രീതിയിൽ ഈ ബന്ധം റീസ്റ്റാർട്ട് ചെയ്ത് പോകുന്നതായിരിക്കാം. അപ്പൊ അതായത് ആ ഒരു പഴയ പാറ്റേൺ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ഈ ഒരു കാർഡുകൾ പറയുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ള ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. ഈ കാർഡ് ഈ റിലേഷൻഷിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. കാത്തിരിക്കണം. നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് അവരുടെ ആക്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ നിങ്ങളോട് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് എങ്കിൽ നിങ്ങൾ കാത്തിരിക്കാം. പക്ഷെ സ്വന്തം ജീവിതം നിർത്തിവെച്ച് അല്ലെങ്കിൽ സ്റ്റക്ക് ആക്കിക്കൊണ്ട് നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. ആ വ്യക്തി തിരികെ വരണമെങ്കിൽ അത് ഒരു സ്ഥിരതയോടും അല്ലെങ്കിൽ ഒരു നല്ല ആക്ഷനൊക്കെ എടുത്ത് വരണം. വെറും വാഗ്ദാനങ്ങൾ മാത്രം തന്നതുകൊണ്ടായില്ല. അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ജോലി, പഠനം, ആരോഗ്യം, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ഹോബികൾ എന്നിവയിലൊക്കെ ശ്രദ്ധ നിങ്ങൾ കേന്ദ്രീകരിക്കണം എന്ന് തന്നെയാണ് യൂണിവേഴ്സിലൂടെ പറഞ്ഞിരുന്നത്. അവർ തിരിച്ചു വന്നാൽ അവരുടെ മാറ്റം പ്രവൃത്തികളിലൂടെ തെളിയുന്നുണ്ടോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്, അല്ലാതെ വായി കൊണ്ട് പറയുന്നതിലല്ല ശ്രദ്ധിക്കേണ്ടത്. പിന്നെ സമയം കടന്നിട്ടും യാതൊരു ശ്രമവും ഇല്ല മുന്നോട്ട് പോകുന്നതായിട്ട് കൂടുതൽ ആരോഗ്യകരമായ ഒരു തീരുമാനം എന്ന് പറയുന്നത് മുന്നോട്ടേക്ക് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് ഹീലായി പോകുന്നത് തന്നെയായിരിക്കും. കുറേ സമയം ചെന്നിട്ടും യാതൊരു വിധത്തിലുള്ള ഒരു എഫേർട്ടും അവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ കാർഡുകളുടെ ഒരു മൊത്തത്തിൽ എനർജി പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ അനന്തമായിട്ട് അല്ലെങ്കിൽ കുറേ നാളേക്ക് വേണ്ടി അനന്തമായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നതല്ല ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഉടൻ മൂവ് ഓൺ ചെയ്തു പോവുക എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പകരം ഈ കാർഡുകൾ പറയുന്നത് ആദ്യം മാനസികമായിട്ടുള്ള ആ ഒരു ബന്ധനത്തിൽ നിന്ന്, 8 ഓഫ് സോർട്സ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾ മാനസികമായിട്ട് പെട്ടുകിടക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു പെട്ടുകിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരിക. അതിനുശേഷം നല്ലൊരു നഷ്ടബോധം മാത്രം അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കരുത് എന്നാണ് യൂണിവേഴ്സിറ്റി നമുക്ക് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഡിസിഷൻസും കാര്യങ്ങളും എടുക്കരുത്. അല്ലെങ്കിൽ ആ നഷ്ടബോധത്തിൽ നിന്നുണ്ടാകുന്ന ഫീലിങ്സുകൾ വെച്ചിട്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിൽക്കരുത്. പെട്ടെന്നുള്ള ഒരു സംഭവ വികാസങ്ങൾ വന്നാലും നിങ്ങൾ ശാന്തമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തിയതിനു ശേഷം തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ പഴയ രീതിയിലുള്ള ആ ഒരു പാറ്റേൺ അവസാനിച്ചതായി, അല്ലെങ്കിൽ ആ ഒരു പഴയ രീതിയിലുള്ള ബന്ധം അവസാനിച്ചതായിട്ട് നിങ്ങൾ സ്വയമേ അംഗീകരിക്കുക. അപ്പൊ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം ആ ഒരു നിങ്ങളുടെ വളർച്ച ഒരിക്കലും നിങ്ങൾ നിർത്തിക്കളയാതെ ആ ഒരു ലൈഫ് മുന്നോട്ട് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് പോസിറ്റീവായിട്ട് വൈബായിട്ട് കൊണ്ടുപോകുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് മാത്രം കാത്തിരുന്ന് നിങ്ങളുടെ ലൈഫ് അവിടെ സ്റ്റക്കായത് നിർത്തരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ആ ഒരു മൂവ് ഓൺ ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനും അങ്ങനെ പെട്ടെന്ന് ചെയ്യരുത് എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഗൈഡൻസ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ, വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും അത് നിങ്ങളുടെ ജീവിതം നിർത്തിവെച്ചുകൊണ്ടാകരുത്. അപ്പൊ നിങ്ങളുടെ വളർച്ച തുടർന്നുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ നിങ്ങളുടേതായ ബന്ധമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ അത് സ്ഥിരതയുള്ള പ്രവൃത്തികളോടെ നിങ്ങളിലേക്ക് തിരികെ വരും. ആക്ഷൻസ് സ്ഥിരത ഉള്ള ഒരു വ്യക്തത നൽകിക്കൊണ്ട് അത് നിങ്ങളിലേക്ക് തിരികെ വരും. അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശക്തി നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ തരികയും ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു കാര്യമാണ്. അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓവറോൾ എനർജി വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നോ എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. അതായത് ഈ ഒരു റീഡിംഗ് പ്രകാരം ആ വ്യക്തിക്കായിട്ട് വെറുതെ നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല എന്നുള്ളതാണ് കാർഡുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇവിടെ മാനസികമായിട്ട് ഒരു കുടുങ്ങിക്കിടക്കലുണ്ട് 8 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോൾ. പിന്നെ 5 ഓഫ് പെന്റിക്കിൾസ്, ഒരു അകലം, നഷ്ടബോധം, അതൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഒരു ഘട്ടത്തിലെ വ്യക്തമായിട്ടുള്ള ഒരു അവസാനം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇപ്പോഴും ഒരു സ്ഥിരതയില്ല. അപ്പൊ നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോവുക, കാത്തിരിക്കണമെങ്കിൽ പോലും അത് നിങ്ങളുടെ വളർച്ചയെ തടസ്സപ്പെടുത്താതെ നിങ്ങൾ കാത്തിരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സോട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടി കാത്തിരിക്കണമോ ഇല്ലയോ എന്നുള്ള ഒരു യെസ് ഓർ നോ ചോദിക്കുവാണെങ്കിൽ നോ എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു ആൻസർ. അപ്പോൾ ഇനി ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് യെസ് ഓർ നോ ഒക്കെ പറയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അവരുടെ ആക്ഷൻസ് നിങ്ങൾ നോക്കുക, അവരുടെ വാക്കുകളെല്ലാം ശ്രദ്ധിക്കേണ്ട. അപ്പോൾ ആക്ഷൻസും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഒരു പേഴ്സൺ നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ടോ, പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ, അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളെ ആവശ്യമുണ്ടോ, ഈ ഒരു ബ്രേക്കപ്പിന് ശേഷവും നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുക. ഇനി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മൂവ് ഓൺ ചെയ്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്, നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ കൂടി നിങ്ങൾ കാത്തിരിക്കുക ആ പേഴ്സണിന് വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങളുടെ ലൈഫ് സ്റ്റക്ക് ചെയ്ത് നിർത്തിക്കൊണ്ട്, നിങ്ങളുടെ ലൈഫ് നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് യൂണിവേഴ്സ് കൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ ഒന്ന് എടുക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് ഇടുന്നത് ആലപ്പുഴ ജില്ലയാണ്. സെൻസ് ഓഫ് ഹ്യൂമർ, ഒത്തിരി തമാശയൊക്കെ പറയുന്ന വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. 1996 എന്ന് പറയുന്നൊരു വർഷം വരുന്നുണ്ട്. എക്സ്പെക്ട് മിറാക്കിൾസ്, നിങ്ങൾക്കൊരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. നമ്പർ 1 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ ഗാർഡനിങ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നുണ്ട്. 2001 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ. 1988 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ട്രൂ ലവ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ കെ കിട്ടുന്നുണ്ട്. നമ്പർ 39, നമ്പർ 31, നമ്പർ 46, 1995. ഷോർട്ട് ടെമ്പേർഡ്, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. നമ്പർ 4, കോട്ടയം ജില്ലയിലുള്ള ആളുകളായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ജൂൺ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടെക് പരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാകാം, അല്ലെങ്കിൽ ഒത്തിരി ഇഷ്ടമുള്ള വ്യക്തികളാകാം. ഈഗോ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ വൈ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടാറ്റു ആർട്ടൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം. ജാനുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പെയിന്റിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 2003 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 29, 1981, ഫെബ്രുവരി മന്ത് 1989, നമ്പർ 42, 2 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയായിരിക്കാം. കൈൻഡ്നെസ്, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസസ് ഉണ്ട്. ലെറ്റർ ഇ നമുക്ക് കിട്ടുന്നുണ്ട്. വയനാട് ജില്ല കിട്ടുന്നുണ്ട്. 1982 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 1988 ഗവൺമെന്റ് സർവീസ്. ഡാൻസ് 1977. ലെറ്റർ യു. സോഷ്യൽ മീഡിയ. 1 month. 1111 എന്ന് പറയുന്നൊരു ഏഞ്ചൽ നമ്പറാണ് നമുക്കിവിടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിൽ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.